ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ എണീച്ചു, കുളിച്ചു, പല്ല് തേച്ചു. അപ്പോൾ അമ്മക്ക് ഇന്നൊരു സംഘമുണ്ട് SLCൻ്റെ. അപ്പോൾ അമ്മ അതിന് പോയി. അപ്പോഴാണ് ഞാൻ റെഡിയാവാൻ കയറുന്നത്. എൻ്റെ കുക്കിംഗ് ആണ് ഇന്ന്. അതുകൊണ്ട് എന്തായാലും നേരത്തെ കുക്ക് ചെയ്താലേ നമുക്ക് നേരത്തെ പരിപാടിയിലേക്ക് ഇറങ്ങാമല്ലോ. ഇവിടെ ഫ്രീ വൈഫൈ ഉള്ളതുകൊണ്ട് ഞാൻ എന്തെല്ലോ ഡൗൺലോഡ് ചെയ്ത് വെക്കലാണ്. ഉപ്പും മുളകും അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ മോയ്സ്ചറൈസർ ഇട്ടു. കാരണം നല്ല ചൂടുമാണ്. നല്ല ലോങ് ലാസ്റ്റിങ് ചെയ്ത് നിൽക്കണമെങ്കിൽ മോയ്സ്ചറൈസറെല്ലാം വേണം. മോയ്സ്ചറൈസർ ഇട്ടു, അത് കഴിഞ്ഞ് സൺസ്ക്രീം ഇട്ടു, പിന്നെ ഐലൈനർ കൊണ്ട് പൊട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് താഴെ കണ്ണെഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുത്തു. അത്രേ ചെയ്യുന്നുള്ളൂ. പിന്നെ നെയിൽ പോളിഷ് ഇടാനുണ്ടായിരുന്നു, അത് ചെയ്തു. മൈലാഞ്ചിയെല്ലാം ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു വെറുതെ. ഇവിടെ സ്റ്റിക്കർ അതിൻ്റെ സ്റ്റാൻഡ്സ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മൈലാഞ്ചി മേടിച്ചിട്ടു. അടാർ ഫ്ലോപ്പായിരുന്നു, കാരണം അതിങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു, വേഗം പോകുന്നുണ്ടായിരുന്നു. ബിഗ് ബി ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. വേഗം പോവുകയും ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് ചെയ്യുന്നത്. മോർണിംഗ് റൊട്ടീൻ ആയതുകൊണ്ട് അത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ മീഷോയിലത്തെ നൈറ്റ് ഡ്രസ്സ്. അടിപൊളിയാണ്, ഇടാൻ തന്നെ നല്ല സുഖമാണ്. പോക്കറ്റില്ല, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അഫോർഡബിൾ റേറ്റാണ്. ഒരു 300 ബിലോയേ ഉള്ളൂ. അത്രയും നല്ല ഡ്രസ്സാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് എൻ്റെ കയ്യിലുണ്ട്. തുണി മാത്രമാണെങ്കിലും നല്ല തുണി, ഇതും നല്ല തുണിയാണ്. പക്ഷേ മറ്റേത് പ്യുവർ കോട്ടൺ ആണ്, ഇത് കോട്ടൺ അല്ല, സിൽക്ക് പോലത്തെ ടൈപ്പാണ്. അലക്കിയാലും ഒന്നും ആവില്ല. നൈറ്റൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിളാണ്. ലിങ്ക് എനിക്ക് ഇടാൻ കഴിയുന്നില്ല. നിങ്ങളൊന്ന് മീഷോയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴാണ് ഞാൻ കാണുന്നത് പീച്ച് കളർ സൺസ്ക്രീം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പർപ്പിൾ സൺസ്ക്രീൻ കണ്ടിട്ടുണ്ട്, വൈറ്റ് സൺസ്ക്രീൻ കണ്ടിട്ടുണ്ട്. പീച്ച് കളർ സൺസ്ക്രീൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഞെട്ടലായിരുന്നു, കാരണം അത് മേടിച്ചിട്ട് അത്രേ ആയിട്ടുള്ളൂ. ലാക്മി സൺസ്ക്രീൻ ഞാനിത് പുതിയതായിട്ട് മേടിച്ചത്. എൻ്റെ പഴയ ലാക്മി സൺസ്ക്രീൻ കഴിഞ്ഞു പോയതുകൊണ്ട് പുതിയതായിട്ട് മേടിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ലിപ് ബാം ഇട്ടു, അതെല്ലാം ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരുങ്ങി. അത് കഴിഞ്ഞിട്ട് മാമ്പഴപ്പുളിശ്ശേരിയും പിന്നെ കോഴിക്കുപ്പേരിയും മസാലക്കറിയൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് മുകളിലത്തെ റൂമായിരുന്നു. ഇന്നലെ ഞാൻ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മേക്കപ്പൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. ജസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കും ഞാൻ. ഓൾറെഡി ഇടാവേ കേട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് രാത്രിയാണ് പോകേണ്ടത്. ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെയാണുള്ളത്. ഒരു 1 ഡേ പരിപാടിയേ ഉള്ളൂ ഉത്സവം എന്ന് പറയുമ്പോൾ. സന്ധ്യയും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഉത്സവം തിടമ്പ് നിർത്താം, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ പിള്ളേരെല്ലാം താഴെ കട്ട വെയിറ്റിംഗ് ആണ്. നമ്മൾ അവിടെ നിന്നൊക്കെ ചെറിയ ഇങ്ങനെ കളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അന്താക്ഷരി അങ്ങനെ എന്തെങ്കിലും കളിക്കും. അങ്ങനെ ജസ്റ്റ് ഒരു ഇങ്ങോട്ടേക്ക് വരുമ്പോഴല്ലേ നമുക്കിങ്ങനെ കളിക്കാൻ കഴിയുന്നുള്ളൂ. അവിടെ അങ്ങനെ പിള്ളേരൊന്നുമില്ല അധികം. അപ്പോൾ ഇത് ഐലൈനർ ഏതാണെന്ന് എനിക്കറിയില്ല. എന്നോട് ഒരുപാട് പേര് കുറച്ച് പേര് ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക് ഷെയ്ഡ് മറ്റേ ഒരു ഫേസ് സ്കാനിൻ്റെയും ഡാസ്ലറിൻ്റെയും മിക്സ് ആക്കിയിട്ടാണ് ഇടുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ പിന്നെ ജസ്റ്റ് പൊട്ട് വെച്ചിട്ട് ശരിയാവുന്നേ ഉണ്ടായിരുന്നില്ല. മായ്ച്ച് പൊട്ട് വയ്ക്കലായിരുന്നു. ഇനി സൺസ്ക്രീൻ ഇട്ട് വെയിലല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും. അപ്പോൾ ഇന്നലെ പച്ചക്കറികളൊക്കെ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അവിടെ നിന്നൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തതാണ്, പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോഴേക്കും ആ വീഡിയോ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. ഫുൾ വീഡിയോ എടുത്ത് സെറ്റാക്കിയതായിരുന്നു ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടാകുമ്പോൾ എന്തായാലും ആക്കി തരണമെന്ന്. അപ്പം ഇന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. വേറെ സമയമില്ല. നമ്മൾ മറ്റന്നാൾ പോലെ 5-ാം തീയതി, കാരണം നമുക്ക് കോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട്. അഡ്മിഷൻ്റെ പരിപാടികളായിട്ട് കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ അതും ഉണ്ടാവും. പിന്നെ പൗച്ചൊക്കെ എടുത്ത് വെച്ചു, അതിന് നെയിൽ പോളിഷ് ഇട്ടു. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.